സമ്പദ് വ്യവസ്ഥ നിലവിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ആ വെല്ലുവിളികളുടെ പ്രകടമായ സൂചനയാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ തകർച്ച. ഒരു അമേരിക്കൻ ഡോളറിന് 91 രൂപ എന്ന ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് രൂപ കൂപ്പുകുത്തിയിരിക്കുന്നു. ഇത് കേവലം വിനിമയ നിരക്കിലെ മാറ്റം മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ആഗോളതലത്തിലെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന ഒരാഴത്തിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് സാമ്പത്തിക കാരണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ മാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ 2025 വർഷത്തിന്റെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ രൂപയുടെ മൂല്യം 6% ഇടിഞ്ഞുവെന്നത് ലജ്ജാകരമായ വസ്തുതയാണ്. ഈ പ്രകടനം ഇന്ത്യൻ രൂപയെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസികളിൽ ഒന്നാക്കി മാറ്റി. ഈ ഇടിവ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാനമായും രൂപയുടെ മൂല്യത്തകർച്ച വിദേശ രാജ്യത്തു നിന്നും അകറ്റുന്നു. തങ്ങളുടെ നിക്ഷേപങ്ങളുടെ മൂല്യം കുറയുന്നത് കാണുന്ന നിക്ഷേപകർ ലാഭം ഉറപ്പിക്കുന്നതിനോ കൂടുതൽ സുരക്ഷിതമായ മറ്റ് വിപണികൾ തേടിയോ ഇന്ത്യയിൽ നിന്നും പണം പിൻവലിക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിലും ബോണ്ട് വിപണിയിലും വലിയ തളർച്ച ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമതായി, രൂപയുടെ മൂല്യം കുറയുന്നത് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങളായ ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കൽക്കരി തുടങ്ങിയവയ്ക്ക് ഡോളർ നൽകേണ്ടതിനാൽ ഡോളറിന് വില കൂടുമ്പോൾ ഇറക്കുമതിയുടെ മൊത്തം ചെലവ് കുതിച്ചുയരുന്നു. തൽഫലമായി ഇന്ത്യയുടെ കയറ്റുമതി വരുമാനവും ഇറക്കുമതി ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും കറന്റ് അക്കൗണ്ട് കമ്മി ഉയരുകയും ചെയ്യുന്നു.